ഹായ് ഹലോ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി തന്നെ സച്ചിയും രേവതിയും സുധിയെ വണ്ടിയിൽ നിന്നും ഇറക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് കേട്ടോ. സുധിയാണെങ്കിൽ ഭിക്ഷക്കാരൻ്റെ രൂപത്തിലാണ്. ആകെ കരിയും ചെളിയൊക്കെ വാരി തേച്ച് കീറിയ വസ്ത്രമൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരികയാണ്. എന്നിട്ട് ചന്ദ്രമതി ആണെങ്കിൽ അവനെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ സച്ചിയോട് പറയാണ്, ഇപ്പോൾ ഭിക്ഷക്കാരനെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണോ? വേഗം ഇറക്കി വിട്, എന്തിനാ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുകയാണ്. ഒടുവിൽ സുധിയാണ് എന്ന് തിരിച്ചറിയുകയാണ് ചന്ദ്രമതി. എന്നിട്ട് വിഷമത്തോടെ കരഞ്ഞു പറയാണ്, നീ എന്തിനാണ് ഭിക്ഷയെടുക്കുന്നത്? ഭിക്ഷയെടുത്ത് വല്ല പൈസയും വാങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയാണ്, ഞാൻ അമ്പലത്തിൽ നിന്ന് കണ്ടിട്ട് ഞാൻ സച്ചിയെ വിളിച്ചു വരുത്തുകയായിരുന്നു, അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ പറയാണ്. സുധിയെ കണ്ടിട്ട് ആകെ ഞെട്ടിപ്പോയി ഇത് കണ്ടിട്ട്. ചന്ദ്രയാണെങ്കിൽ രവിയോട് പറഞ്ഞ് വിഷമിച്ച് സങ്കടം പറഞ്ഞ് കരയുകയാണ്. സച്ചി പറയാണ്, എനിക്ക് ആ അവസ്ഥയിൽ കണ്ടിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി, എൻ്റെ കൂടപ്പറപ്പല്ലേ അവൻ എന്നൊക്കെ പറയാണ്. കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ടാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് സച്ചി പറയാണ്. ചന്ദ്ര സുധിയോട് പറയാണ്, നീ എന്തിനാ ഭിക്ഷ എടുക്കാൻ പോയേ? നീ നല്ല ജോലി നോക്കിക്കൂടെ എന്നൊക്കെ പറയാണ്. അപ്പോൾ സുധി പറയാണ്, ഞാൻ കാനഡയിലെ ജോലിയെല്ലാം ശരിയായി എന്ന് കരുതി, പക്ഷേ അത്രയും ലക്ഷം പൈസ അടയ്ക്കാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ സുധി വിഷമത്തോടെ പറയാണ്. പൈസ തരില്ല എന്ന് നിങ്ങളും പറഞ്ഞില്ലേ? അത് സുധി പറയാണ്. ചന്ദ്രമതി കരഞ്ഞുകൊണ്ട് പറയാണ്, എന്തിനാ സുധി നീ പിച്ച എടുത്തേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സുധി പറയാണ്, കാനഡയിലെ ജോലി ശരിയായി, അപ്പോൾ അത് ശരിയാവാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പോയി ഭിക്ഷ എടുക്കാൻ വേണ്ടി നേർച്ച നേർന്നതായിരുന്നു. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഏത് കാര്യവും സാധിക്കുമെന്ന് പറഞ്ഞ കാരണമാണ് ഞാൻ അതിന് നിന്നത് എന്ന്. എന്നിട്ട് സുധി പറയാണ്, എൻ്റെ ഫ്രണ്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞ കാരണമാണ് ഞാൻ ഇതിന് നിന്നത് എന്ന്. ഇത് കേട്ട് സച്ചി പറയാണ്, ക്ഷേത്ര പരിസരത്ത് എത്രയോ ആൾക്കാർ ആദ്യമേ ഭിക്ഷയെടുത്തിരിക്കുന്നുണ്ട്, എന്നിട്ട് അവരൊക്കെ അങ്ങനെ ഇരുന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ സാധിച്ചോ? അപ്പോൾ ദൈവം അങ്ങനെ അവർക്കും അങ്ങനെ തീരുമാനിച്ചോന്ന്. ശേഷം ശ്രുതി പറയാണ്, ഞാൻ ഇതറിഞ്ഞെങ്കിൽ ഞാൻ ശ്രുതിയെ തീർച്ചയായും ഞാൻ വിടില്ലായിരുന്നു എന്ന്. ഇങ്ങനെ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചന്ദ്രമതിയും പറയുകയാണ്. ഞാൻ എങ്ങനെ നിന്നെ നോക്കി വളർത്തിയാണ്, നിന്നെ രാജകുമാരനെ പോലെ ഞാൻ നോക്കിയതല്ലേ, എന്നിട്ട് നീ ഇത് ചെയ്തല്ലോ എന്നൊക്കെ വിഷമത്തോടെ ചന്ദ്രമതി കരഞ്ഞ് പറയാണ്. ശേഷം രവി പറയാണ്, ഇവൻ സ്വന്തം തീരുമാനത്തിൽ ചെയ്തതല്ലല്ലോ, അവൻ്റെ സുഹൃത്ത് കൊണ്ടുപോയതല്ലേ ഒരു സ്വാമിജിയുടെ അടുത്തേക്ക്, സ്വാമിജി പറഞ്ഞതനുസരിച്ച് ചെയ്തതല്ലേ, അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാമെന്ന് പറയാണ്. പിന്നീട് വർഷ ശ്രീകാന്തിനെ കാണാൻ ഹോട്ടലിൽ വരികയാണ്. എന്നിട്ട് ശ്രീകാന്ത് വർഷയോട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്, ഭക്ഷണം കഴിക്കാനാണോ എന്ന്. അപ്പോൾ വർഷ പറയാണ്, ഞാൻ ഭക്ഷണം കഴിക്കാനൊന്നുമല്ല, ഞാൻ ശ്രീകാന്തിനെ കാണാൻ വേണ്ടിയിട്ടാണ്, ശ്രീകാന്തിനെ എൻ്റെ വീട്ടിലേക്ക് വിളിക്കാൻ വേണ്ടി വന്നതാണ് എന്ന്. അപ്പോൾ ശ്രീകാന്ത് തിരിച്ച് പറയാണ്, ഞാൻ നിൻ്റെ വീട്ടിലേക്കൊന്നും വരില്ല, നീ എൻ്റെ വീട്ടിലേക്ക് എന്നാണോ വരുന്നത് അന്ന് വരെ ഞാൻ ഇവിടെ തന്നെ കഴിയുമെന്ന്. അപ്പോൾ അങ്ങനെ പറയുകയാണ്, വർഷനോട് പറയുകയാണ്, നീ എൻ്റെ വീട്ടിലേക്ക് എന്നാ വരുന്നത് അന്ന് വരെ ഞാൻ ഇവിടെ തന്നെ തുടരുമെന്ന്. എന്തു വന്നാലും നീ ഇല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവില്ല എന്ന് പറയാണ് ശ്രീകാന്ത്. പോകുന്നെങ്കിൽ സച്ചേട്ടൻ വിളിച്ചപ്പോൾ എനിക്ക് പോകാമായിരുന്നല്ലോ, നീ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ പോകൂ എന്ന് പറയാണ്. ശ്രീകാന്തിൻ്റെ സുഹൃത്ത് വന്ന് വർഷയോട് പറയാണ്, വർഷ നിനക്കറിയോ അവൻ ഇവിടെ എങ്ങനെ കഴിയുന്നതെന്ന്? ഇവിടെ 4-5 ആൾ കിടക്കുന്ന ആ റൂമിൽ എങ്ങനെയാണ് തിക്കി തിരക്കി കിടക്കുകയാണ്, ഒന്ന് നിവർന്ന് കിടക്കാൻ പോലും പറ്റുന്നില്ല, അങ്ങനെ ബുദ്ധിമുട്ടാണ് ഇവിടെ കിടക്കുന്നതെന്ന്. അപ്പോൾ വർഷ സങ്കടത്തോടെ പറയാണ്, എന്തിനാ ശ്രീകാന്ത് ഇത്ര ബുദ്ധിമുട്ടുന്നത്, എൻ്റെ വീട്ടിലേക്ക് വന്ന്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ഞാൻ വരില്ല എന്ന്. പിന്നെ വർഷ പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് എന്നല്ല ശ്രീകാന്തിൻ്റെ വീട്ടിലേക്കാണ് പോവാനെന്ന് പറയുന്നത്. അപ്പോൾ ശ്രീകാന്ത് വർഷയോട് പറയാണ്, ഇപ്പം എന്താ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള തീരുമാനം, അപ്പോൾ എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഒടുവിൽ ശ്രീകാന്തും വർഷയും വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്